ഖുർആനികമായ ആശയം നമ്മൾ പറഞ്ഞാൽ മാത്രം പോരാ, ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുക കൂടി ആവശ്യമാണ് എന്ന ഒരു തത്വമാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ പഠനത്തിന്റെ ആകത്തുക നാം സൂചിപ്പിക്കാറുള്ളത് ആദമിൽ നിന്ന് ഈസയിലേക്കും അവിടെ നിന്ന് മുഹമ്മദിലേക്കുമുള്ള മനുഷ്യന്റെ യാത്രയാണ് ഖുർആനിന് ആകെ പറയാനുള്ളത് എന്നാണ് നമ്മുടെ പഠനത്തിന്റെ നിരന്തരമായി നാം ചർച്ച ചെയ്യുന്നത്. ആദമിൽ നിന്ന് തുടങ്ങി, അതായത് ശരീരത്തിൽ നിന്ന് തുടങ്ങി മനുഷ്യന്റെ ബുദ്ധിയിലൂടെ, അവിടെ നിന്ന് കൽബ് ഹൃദയത്തിലൂടെ, അവിടുന്ന് ആത്മാവിനെ നേടുന്ന അവസ്ഥയിലേക്കുള്ള മനുഷ്യന്റെ, അതായത് അഖലും റൂഹും ബുദ്ധിയും മനുഷ്യന്റെ ആത്മാവും കൂടി കൂടിച്ചേരുന്ന, ഇത് രണ്ടും കൂടി കൂടിച്ചേരുമ്പോൾ പൂർണ്ണനായ ഒരു മനുഷ്യനായി തീരുന്ന, ഈസയിൽ എത്തിച്ചേരുന്ന ഒരു അവസ്ഥാവിശേഷത്തെക്കുറിച്ചാണ് ഖുർആൻ ഉടനീളം ചർച്ച ചെയ്യുന്നത് എന്നാണ് നാം സൂചിപ്പിച്ചത്. അത് കഴിഞ്ഞ നമ്മുടെ 2:29 വിശദീകരിച്ച സന്ദർഭത്തിൽ നാം വിശദീകരിച്ചിരുന്നു. മനുഷ്യന്റെ ആദ്യം അർള്, മനുഷ്യന്റെ മനസ്സാവുന്ന ഭൂമിക, ആ ഭൂമികയിൽ ആവശ്യമായത് മുഴുവൻ അവൻ സൃഷ്ടിച്ചു രൂപപ്പെടുത്തി വെച്ചു. അവിടെ നിന്ന് ആകാശത്തിലേക്ക് അവൻ തിരിഞ്ഞു. ആ ആകാശത്തെ സബ് സമാവാത്താക്കി അവൻ നിശ്ചയിച്ചു. ഇതാണ് ഈ ക്ലാസമെന്നാണ് നമ്മൾ അവസാനമായിട്ടെടുത്തത്. നിങ്ങൾ കേട്ടിരിക്കും. അത് വിജ്ഞാനത്തിന്റെ ഭൂമികയിൽ നിന്ന് തുടങ്ങി, അതായത് പദാർത്ഥ ലോകത്തിൽ നിന്ന് തുടങ്ങി ആത്മീയ ലോകത്തിന്റെ ഉന്നതമായ 7 തലങ്ങളിലേക്ക് അവൻ ഉയരുന്ന അവസ്ഥയെക്കുറിച്ചാണ് സബ് സമാവാത്ത് എന്ന് ഖുർആൻ അവിടെ വിശദീകരിച്ചത്. നിങ്ങൾ ആ ക്ലാസ് കേട്ടിരിക്കും. അത് മനുഷ്യന്റെ യാത്രയാണത്. അതായത് നഫ്സിന്റെ തലമെടുത്താൽ അമ്മാറത്തും ബിസ്സു, അത് ഇന്നലെ മിഞ്ഞാന്നിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ. അമ്മാറത്തും ബിസ്സുവിൽ നിന്ന് തുടങ്ങി, അതായത് സ്വന്തം മനസ്സ് തിന്മ കൽപ്പിക്കുന്ന ആ തലത്തിൽ നിന്ന് തുടങ്ങി നഫ്സുൽ ലവ്വാമയിലൂടെ നഫ്സുൽ മുൽഹിമ, ഇൽഹാം, അതൊക്കെ ഒരുപാട് നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞതാണ്. അപ്പൊ ഞാന് അതിന്റെ രത്നച്ചുരുക്കാണ് പറയുന്നത്. അങ്ങനെ അവസാനം നഫ്സുൽ സക്കിയത്തുൽ കാമില, സമ്പൂർണമായി സംസ്കരിക്കപ്പെട്ട മനസ്സിന്റെ ഉന്നതമായ തലത്തിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഖുർആന് ആദ്യം മുതൽ അവസാനം വരെ വിശദീകരിക്കാനുള്ളതും പറയാനുള്ളതും. അത് നിങ്ങൾ ഖുർആനിന്റെ ഏത് തലത്തിൽ നിന്ന് എവിടെ നിന്ന് പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അത് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വിശദീകരിച്ചതാണ് ഈ നഫ്സിന്റെ 7 തലങ്ങളെ കുറിച്ച്. നഫ്സുൻ ലവ്വാമ, നഫ്സുൻ അമ്മാറത്തും ബിസ്സു ആണ് യൂസുഫ് പറയുന്നത്. വമാ ഉപരി നഫ്സി ഇന്ന നഫ്സുൽ അമ്മാറത്തും ബിസ്സു എന്ന് പറയുന്ന അവിടെ നിന്ന് തുടങ്ങി നഫ്സുൽ ലവ്വാമ, അതായത് സ്വന്തം തന്നെ തെറ്റുകളെ കുറിച്ച് സ്വയം ആക്ഷേപിക്കുന്ന മനസ്സ്, ഞാനത് ചെയ്തല്ലോ, അത് വേണ്ടിയിരുന്നില്ല എന്ന് ലാമ, സ്വയം തന്നെ സ്വന്തത്തെ തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥാവിശേഷത്തിൽ മനുഷ്യൻ എത്തിപ്പെടുക. ആ ഒരു തലത്തിൽ മനുഷ്യൻ എത്തുമ്പോൾ അവൻ നഫ്സുൽ ലവ്വാമയിൽ എത്തിപ്പെടുക. അവിടെ നിന്ന് നഫ്സുൽ മുൽഹിമ, അവൻ നന്മകൾ, അവൻ ഇൽഹാം, അറിവുകൾ അവന്റെ മനസ്സിലേക്ക് ബോധനം നൽകപ്പെട്ടുകൊണ്ടിരിക്കും. അവിടെ നിന്ന് ഒന്നുകൂടി മുന്നോട്ട് പോകുമ്പോൾ അവൻ നഫ്സുൽ മുത്തുമഇന്നത്ത്, തുമഇനീനത്ത്, യാഥാർത്ഥ്യങ്ങൾ ഓരോന്നും കിട്ടുമ്പോൾ ശാന്തമായ മനസ്സിന്റെ തലത്തിലേക്ക് അവൻ എത്തിപ്പെടും. അവിടെ നിന്ന് വീണ്ടും പോവുകയാണ് നഫ്സുൽ റാളിയത്ത്, അള്ളാഹുവിനെ അവൻ തൃപ്തിപ്പെടുകയാണ്, സ്വന്തം നഫ്സിനെ ഉപേക്ഷിക്കുകയാണ്. അള്ളാഹു ആ നഫ്സിനെ തൃപ്തിപ്പെടുന്ന മനസ്സായി മാറുകയാണ്. അതൻ നഫ്സും മറളിയ. പിന്നെ അവസാനത്തെ തലമാണ് നഫ്സും സക്കിയത്തുൽ കാമിലത്ത് എന്ന് പറയുന്നത്. അതാണ് ഖദ് അഫ്ലഹ മൻ സക്കാഹ വനഫ്സിൻ വമാ സവ്വാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ എന്ന് പറയും. ഇത് ഇങ്ങനെ മനസ്സിന്റെ നമ്മുടെ ഓരോരോ തലങ്ങളാണ് വിശദീകരിക്കുന്നത്. ഞാൻ ഇത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ സംസ്കരിക്കപ്പെടണം നമ്മൾ എന്നുള്ളതാണ്. പല ആളുകളും ഈ ആശയം പറയുമെങ്കിലും അവർ വ്യക്തിപരമായി സംസ്കരിക്കപ്പെടുന്നില്ല. ഇപ്പോഴും അജ്ഞതയിലും മന്ദവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും കഴിയുന്ന, എന്നാൽ ആദർശത്തിനും ആശയത്തിനും വേണ്ടി മാത്രം ഖുർആനിന്റെ വക്താവാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷത്തിലാണ് പല ആളുകളും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.